സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ലജ്ജാപടാവൃതേ നിത്യം ശാരദേ ജ്ഞാനദായികേ പാപേഭ്യോ ന സദാ രക്ഷ കൃപാമയി നമോസ്തുതേ. നമഃ ശ്രീയതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിത് സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. വചനാമൃതത്തിൻ്റെ രചനാ ശൈലി അല്ലെങ്കിൽ രചനയുടെ പിന്നാമ്പുറത്തുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ വായിച്ചു വന്നത്, ചർച്ച ചെയ്തു വന്നത്. ഈ വചനാമൃതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ മറ്റ് അവതാര കഥകൾ അത് വെറും കഥകളാണ് എന്ന് വേണമെങ്കിൽ അങ്ങനെയും സംശയത്തോടു കൂടി ചിലർക്ക് വീക്ഷിക്കാം. ഇതൊക്കെ ആരോ ഭാവനയിൽ വിരിയിച്ചെടുത്ത കഥാപാത്രങ്ങളും കഥകളുമാണ് എന്ന രീതിയിൽ മറ്റുള്ള അവതാര കഥകൾ ഏതെടുത്താലും, ഇപ്പോൾ രാമായണമായാലും മഹാഭാരതത്തിലെ ശ്രീകൃഷ്ണൻ്റെ കഥകളായാലും ഏത് കഥകളായാലും ഒരു ഭാഗത്തു നിന്ന് നമുക്ക് വേണമെങ്കിൽ ഇതെല്ലാം ഒരു ഭാവന പോലെ സൃഷ്ടിക്കപ്പെട്ടതല്ലേ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഈശ്വരീയ തത്വം മനുഷ്യന് ബോധ്യപ്പെടുത്താൻ വേണ്ടി അവയെ കഥാരൂപത്തിൽ ഋഷിമാർ രചിക്കപ്പെട്ടത് എന്നൊക്കെ രീതിയിൽ വേണമെങ്കിൽ അങ്ങനെ പലതരം വ്യാഖ്യാനം. അല്ലാതെ ശ്രീകൃഷ്ണൻ ശ്രീരാമൻ എന്ന് പറയുന്ന ആ ഒരു രൂപഘടനയിൽ ഉണ്ടാവണം എന്നില്ല എന്നൊക്കെ ഒരു സംശയാസ്പദമായി. പിന്നെ ഒന്ന്, അത് വർഷങ്ങൾ മുമ്പ്, യുഗങ്ങൾ മുമ്പ് സംഭവിച്ചതായതുകൊണ്ട് അങ്ങനെയൊക്കെ ചിന്തിച്ചു പോകാം. അപ്പോൾ ഈ ഒരു ഇങ്ങനെ ഒരു ചിന്ത നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവും എന്ന് അറിഞ്ഞോ അറിയാതെയോ മാസ്റ്റർ മഹാശയൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. കാര്യം ഒരവതാര കഥ പറയുമ്പോൾ ഒരവതാര കഥ പറയാൻ വേണ്ടി ഏത് രീതി സ്വീകരിക്കണം എന്നുള്ളത് മാസ്റ്റർ മഹാശയനെ സംബന്ധിച്ചിടത്തോളം ഒരു തോന്നൽ ഉണ്ടാക്കിയിരുന്നു. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാസ്റ്റർ മഹാശയനെ സംബന്ധിച്ചിടത്തോളം ഒരു അവതാര കഥ എഴുതണം എന്ന ഉദ്ദേശമൊന്നും ഉള്ള ആളല്ല. സ്വന്തം അനുഭവങ്ങളെ അല്ലെങ്കിൽ സ്വയം ഭഗവാന്റെ ആ ഒരു സാമീപ്യത്തെ പുനഃസൃഷ്ടിക്കുന്നതിനും അത് ആസ്വദിക്കുന്നതിനും വേണ്ടി സ്വാഭാവികമായി കുട്ടിക്കാലം മുതൽ എഴുതി വന്നിരുന്ന ഒരു ഡയറി എഴുത്ത് ശീലത്തിൻ്റെ ഭാഗമായി എന്തൊക്കെയോ പോയിൻ്റുകൾ അവിടെ ഇവിടെയൊക്കെ കുത്തിക്കുറിച്ചു. അത്രയേ ഉള്ളൂ. ഇതൊന്നും ഒരു വലിയ മഹത് ഗ്രന്ഥമാക്കണമെന്നോ ഇതൊക്കെ തലമുറകൾ കൈമാറി അടുത്ത ഒരു വലിയ കാലഘട്ടത്തിലേക്ക് യുഗാന്തരങ്ങളിലേക്ക് ഇതൊരു വലിയ കൃതിയായി മാറുമെന്നോ അല്ലെങ്കിൽ മഹാഭാരതം പോലെയോ ഗീത പോലെയോ രാമായണം പോലെയോ ഒക്കെ ഇത് സ്വീകരിക്കപ്പെടുന്ന ഒരു വലിയ മഹത് ഗ്രന്ഥമായി പോകുമെന്നൊന്നും ആലോചിച്ചിട്ടല്ല മാസ്റ്റർ മഹാശയൻ അത് കുറിച്ചു വച്ചത്. ഒരു ഗ്രന്ഥരചനയെക്കുറിച്ച് മനസ്സിൻ്റെ ഒരു കോണിൽ പോലും ഒരു ചിന്ത മാസ്റ്റർ മഹാശയൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ ഒരു ആവശ്യം വന്നപ്പോൾ മാസ്റ്റർ മഹാശയൻ ആദ്യമായി മനസ്സിൽ വന്നത് ഇത് എങ്ങനെ അവതരിപ്പിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ മുൻ മാതൃകകൾ വേണമെങ്കിൽ ഇതിനകത്ത് അങ്ങനെയാണല്ലോ, എഴുത്തുകാരെപ്പോഴും അങ്ങനെയാണ്, മുൻ മാതൃക സ്വീകരിക്കും. ഇപ്പോൾ വ്യാസൻ എങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ വാൽമീകി എങ്ങനെ കഥ പറഞ്ഞു, അങ്ങനെ ഓരോ മാതൃകകൾ, കാളിദാസൻ എങ്ങനെ കഥ പറഞ്ഞു. അപ്പോൾ ഓരോ മുൻ മാതൃകകൾ, ഈശ്വരീയ അവതാരത്തെക്കുറിച്ച് മുൻ മാതൃകകളെ എങ്ങനെ സ്വീകരിക്കപ്പെടാം എന്നുള്ള ഒരു ചിന്ത മാസ്റ്റർ മഹാശയനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊന്നും രചിക്കപ്പെടാനുള്ള ഒരു സാഹചര്യത്തിലല്ല തൻ്റെ മുമ്പിൽ ഈശ്വരൻ പ്രത്യക്ഷമായിരിക്കുന്നത് എന്ന് മാസ്റ്റർ മഹാശയന് നല്ല ബോധ്യമുണ്ടായിരുന്നു.
കാരണം അതുവരെ ഈശ്വരീയ സങ്കല്പത്തെക്കുറിച്ച് മനുഷ്യനുണ്ടായിരുന്ന ആ രൂപഭാവ ഘടനകളൊന്നും തന്നെ ഈ പുതിയ കലിയുഗ അവതാരത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഇതെങ്ങനെ എങ്ങനെ ഇത് എഴുതും? എഴുതിയാൽ ഇതെങ്ങനെ ഇതൊരു സമൂഹത്തിലേക്ക് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നം എന്തെന്ന് വെച്ചാൽ, ഈ എഴുത്തിലൂടെയാണ് പിന്നെ ഭഗവാനെ കാണുക. പിന്നെ ഈ എഴുത്ത് മാത്രമേ ഉള്ളൂ, ഭഗവാൻ പോലുമില്ല. ഭഗവാൻ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തെ മാഷ്ടമഹാശയൻ്റെ ആ എഴുത്തിലൂടെയാണ് പിന്നെ സമൂഹം കാണുന്നത്. അപ്പം മാഷ്ടമഹാശയൻ എന്തെഴുതുന്നോ അതായിരിക്കും അവതാരകഥ. അതിന് മറ്റ് സംശയങ്ങളൊന്നും വേണ്ട. ഇത് കാലാന്തരത്തിൽ ഒരുപക്ഷെ അന്ന് ചുറ്റുപാടും ജീവിച്ചിരുന്ന പരിചയസമ്പന്നരായ വ്യക്തികളുടെ കാലം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മളെപ്പോലുള്ളവരുടെ കാലത്തേക്ക് എത്തിയാൽ, പിന്നെ ഇത് മാഷ്ടമഹാശയൻ എഴുതി വച്ച ഭാഗം മാത്രമാണ് നമുക്കാശ്രയം. അതിലൂടെയാണ് നമ്മൾ ഈ ഭഗവാനെ അടുത്തറിയുന്നത്, അല്ലെങ്കിൽ ഭഗവാനെ മനസ്സിലാക്കുന്നത്. ഇതൊരു വലിയ ചിന്താക്കുഴപ്പം മാഷ്ടമഹാശയൻ ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. എന്നിട്ട് ഈ വചനാമൃതത്തിൻ്റെ രചനാരീതി തികച്ചും വ്യത്യസ്തമാകുന്നത് ഈ ഒരു ചിന്തയിൽ നിന്നാണ്. അതായത് മാഷ്ടമഹാശയൻ ആദ്യം തീരുമാനിച്ചത്, താനൊരു കാര്യം പറയുമ്പോൾ അത് സമൂഹത്തിൽ വിശ്വാസം വരണമെങ്കിൽ എഴുതുന്ന കാര്യങ്ങൾക്ക് തെളിവുകൾ വേണം. ഇപ്പം രാമായണമോ മഹാഭാരതമോ ഇന്നത്തെ കാലത്താണ് നമ്മൾ വായിക്കുന്നത്. അത് എഴുതപ്പെട്ട് എത്രയോ യുഗാന്തരങ്ങളിലാണ് നമ്മളത് വായിക്കുന്നത്. അതുകൊണ്ടിപ്പോൾ നമ്മൾ അതിൻ്റെ തെളിവ് അന്വേഷിച്ച് പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ബൈബിളിനെ കുറിച്ചും മാഷ്ടമഹാശയൻ അത് പറയുന്നുണ്ട്. ബൈബിൾ എങ്ങനെ രചിക്കപ്പെട്ടു എന്നുള്ളത് മാഷ്ടമഹാശയൻ അങ്ങനെ, ബുദ്ധചരിതങ്ങൾ എങ്ങനെ രചിക്കപ്പെട്ടു, അപ്പോൾ അപ്പോൾ ലഭ്യമാകാവുന്ന ഈശ്വരീയ ചരിതങ്ങളുടെ ഒരു അതായത് ഇപ്പോൾ ശ്രീകൃഷ്ണൻ ശ്രീരാമൻ എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് മാനുഷികപരമായി ജീവിച്ചു എന്ന്, അല്ലെങ്കിൽ ഈ ഭൂഖണ്ഡത്തിൽ ജീവിച്ചിരുന്നവർ എന്നുള്ള അർത്ഥത്തിൽ, അതായത് കൃത്യമായി മനുഷ്യരായി തന്നെ ജീവിച്ചിരുന്നു എന്ന് പറയുന്ന ഉദാഹരണങ്ങളായിട്ട് ആ സന്ദർഭത്തിൽ ക്രിസ്തുവിൻ്റെ കഥ ബൈബിൾ എടുക്കാവുന്നതാണ്. കാര്യം ബൈബിൾ ആ കാലത്ത് വളരെ പ്രചാരത്തിൽ ബംഗാളിലുമുണ്ട്. കാര്യം അത് ബ്രിട്ടീഷുകാരുടെ ഭരണ കേന്ദ്രമായതുകൊണ്ടും ആ ഭരണ കാലഘട്ടമായതുകൊണ്ടും ക്രിസ്ത്യാനിറ്റി വളരെയധികം ഇന്ത്യയിൽ വ്യാപിച്ചിരുന്നത് കൊണ്ടും ബൈബിൾ ഒരു ഘടന തന്നെയാണ്. അതുതന്നെയാണ് ബ്രഹ്മസമാജം അനുവർത്തിച്ചു വന്നിരുന്ന ഒരു രീതി. ബൈബിളാണ് അവരുടെ മുമ്പിലുണ്ടായിരുന്ന ഒരു മാതൃക. അപ്പോൾ ആ ഒരു ക്രിസ്തീയ പരിവേഷത്തോടു കൂടിയുള്ള ഒരു മാതൃകയെയാണ് ഒന്ന്. പിന്നെ മറ്റൊന്ന് ബുദ്ധൻ പറഞ്ഞ എഴുതപ്പെട്ട കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ശ്രീശങ്കരാചാര്യരുടെ കൃതികളെക്കുറിച്ച്. അപ്പോൾ ഇതിങ്ങനെയൊക്കെയാണ് കുറേ മാതൃകകളുള്ളത്. ഇതൊന്നും ശ്രീരാമകൃഷ്ണദേവനെ സംബന്ധിച്ചിടത്തോളം എഴുതുക എന്ന് പറയുന്നത്, അത്തരം എഴുത്തുകൾ മാഷ്ടമഹാശയന് വശമില്ല. കാരണം അത്രയും വലിയ ഒരു സന്യാസ പരിവേഷത്തോട്, അല്ലെങ്കിൽ ഒരു മുനിയായി ഇപ്പോൾ വേദവ്യാസനെ പോലെ അങ്ങനെയൊന്നുമല്ലല്ലോ. ഒരു സാധാരണ സ്കൂൾ മാഷാണ്. ഒരു സ്കൂൾ മാഷ് അദ്ദേഹത്തിൻ്റെ വളരെ പരിമിതമായ അറിവിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ഭഗവാനെ കാണുകയും കേൾക്കുകയും ചെയ്തപ്പോൾ കുറിച്ച് വച്ച കൊച്ചു കാര്യങ്ങളാണ്. ഇതൊന്നും തെളിവ് സഹിതം സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കണമെന്നൊന്നും അന്ന് വിചാരിച്ചതുപോലുമല്ല. പക്ഷെ ഇപ്പോൾ ആവശ്യം വന്നിരിക്കും. അപ്പോൾ ഇത് ഇനി എങ്ങനെ ആളുകൾക്ക് ബോധ്യം വരും? എഴുതിയാൽ എങ്ങനെ വിശ്വസിക്കും ആളുകൾ? അങ്ങനെയാണ് മാഷ്ടമഹാശയൻ ഒരു കാര്യം എടുത്തത്, ഇതിൻ്റെ തീയതി കുറിക്കാം. അതൊരു വിശ്വാസയോഗ്യമായ കാര്യമാണ്. തീയതി ഏത് സമയത്ത് നടന്നു എന്നുള്ളതിൻ്റെ തീയതി കുറിക്കുക, വർഷവും തീയതിയും കുറിക്കാം. മറ്റൊന്ന്, ഇത് നടന്ന കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് കുറിക്കാം. ഇത് കൂടാതെ ഇത് ഓരോന്നും നടന്ന സ്ഥലങ്ങൾ ഏതാണെന്ന് പരാമർശിക്കും. ഇവിടെ കൃത്യമായി അതുകൊണ്ടാണ് മാഷ്ടമഹാശയൻ ഓരോന്ന് എഴുതുമ്പോഴും ആ സ്ട്രീറ്റിൻ്റെ പേരൂടെ എഴുതിയിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമ്മൾ പോസ്റ്റ് ഓഫീസിൻ്റെ റെക്കോർഡ്സ് പോലെയാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഒരാളെക്കുറിച്ച് പറയുമ്പോൾ ഉടൻ തന്നെ അത് ഏത് സ്ട്രീറ്റിലാണെന്നും കൂടെ പറയും.
അല്ലെങ്കിൽ പിന്നെ അത് വിശ്വാസയോഗ്യമല്ല എന്നുള്ള പറഞ്ഞതുകൊണ്ടാണ്. സ്ട്രീറ്റിൻ്റെ പേര് അതുകൊണ്ടാണ് ഇതിൽ ഈ ഭഗവത്ലീലയിൽ കടന്നു വരുന്ന എല്ലാവരും ഏത് സ്ട്രീറ്റിലാണ് താമസിക്കുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ബഹാദുർ ബഗാനിലാണ് അല്ലെങ്കിൽ ഇന്ന സ്ട്രീറ്റിലാണ്, ആ സ്ട്രീറ്റിൻ്റെ പേര്. പിന്നെ ബംഗാളിനുള്ളൊരു പ്രത്യേകം നമ്മൾ കേരളത്തെ പോലെയല്ല, എല്ലാ ഊടുവഴിക്കും പേരുണ്ട്. അപ്പോൾ അതുകൊണ്ട് പേരും സ്ഥലവും സ്ട്രീറ്റിൻ്റെ പേരും കൃത്യമായി എഴുതി, മാത്രമല്ല ആ വ്യക്തികളുടെ വീട് ഇന്ന് വേണമെങ്കിൽ പോയി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. അതേപോലെ കൃത്യതയോടുകൂടിയാണ് എഴുതിയിരിക്കുന്നത്. ആ വീടിരിക്കുന്ന സ്ഥലത്തെ ഒരു ഗൂഗിൾ മാപ്പ് വെച്ച് നമുക്ക് കണ്ടുപിടിച്ച് പോകാൻ പറ്റും. അപ്പോൾ കൃത്യമായിട്ട് അതിന് ചുറ്റുപാടും ആരൊക്കെ താമസിക്കുന്നുണ്ട്, ആ പർട്ടിക്കുലർ സ്ഥലത്തെക്കുറിച്ച് ഉള്ള വിശേഷണങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ തൊട്ടടുത്ത സ്ഥലമേത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇത് വായിക്കുന്ന ഒരാൾക്ക് കൃത്യമായി ബോധ്യപ്പെടും ഇത് കൽക്കട്ടയിൽ ഇത്രാം തീയതി ഇന്നടുത്ത് ജീവിച്ചിരുന്ന ആളെക്കുറിച്ച് തന്നെയാണ് എന്ന ബോധ്യപ്പെടലുണ്ടാകും. അതാണ് ഇതിനകത്ത് വന്നത്. രണ്ടാമത്, വചനാമൃതം പുതിയത് എന്തെങ്കിലും പറയുന്നുണ്ടോ എന്നുള്ളതാണ്. ഒരു കൃതി എഴുതുമ്പോൾ ആ കൃതി പുതിയ എന്തെങ്കിലും കാര്യം പറയുന്നുണ്ടോ, ഭഗവാൻ പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഭഗവാൻ തന്നെ അത് പുതിയതായിട്ടൊന്നും പറയുന്നില്ല. ശ്രീരാമകൃഷ്ണദേവൻ പുതിയ ഒരു കാര്യവും പറയുന്നില്ല. ഇപ്പം ഗീതയിൽ അർജുനനോട് ശ്രീകൃഷ്ണൻ പറയുന്നത് പോലെയാണ്. ഇപ്പം ഗീതയിൽ അർജുനനോട് ശ്രീകൃഷ്ണൻ പറഞ്ഞത്, അല്ലയോ അർജുന, ഞാൻ ആ സത്യം നിന്നോട് വീണ്ടും പറയുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ എന്താണോ നിന്നോട് പറയുന്നത് ആ സത്യം നിന്നോട് വീണ്ടും പറയുന്നു എന്ന് പറഞ്ഞാൽ അർജുനനോട് വീണ്ടും പറയുന്നു എന്നല്ല, അർജുനനോട് ആദ്യമായിട്ടാണ് പറയുന്നത്. ഒരാളോട് വീണ്ടും പറയുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അയാളോട് മുൻപ് പറഞ്ഞിരിക്കണം. അർജുനനോട് ശ്രീകൃഷ്ണൻ ഇത് പറഞ്ഞിട്ടേയില്ല. ഈ ഗീതയിൽ പറയുന്ന ഒരു കാര്യം, ഒരു വരി പോലും അർജുനനോട് ശ്രീകൃഷ്ണൻ മുൻപ് പറഞ്ഞിട്ടില്ല. അർജുനന് മുൻപ് അറിയാനും വയ്യ. അപ്പോൾ പിന്നെ വീണ്ടും എന്നുള്ളൊരു വാക്ക് എന്തിനാണ് അവിടെ പ്രയോഗിച്ചത് ശ്രീകൃഷ്ണൻ? അതായത് കാലങ്ങളായി പറഞ്ഞു വന്ന കാര്യം തന്നെയാണ് ഞാനും വീണ്ടും പറയുന്നതെന്ന് ശ്രീകൃഷ്ണൻ ഗീതയിൽ പറയുന്നു. ഇതാണ് മാസ്റ്റർ മഹാശയനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഗീതാവാക്യം വലിയൊരു ബലമായിരുന്നു. കാരണം പുതിയ കാര്യങ്ങളല്ല, ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നത് മുൻപുണ്ടായിരുന്ന കാര്യങ്ങൾ, മുൻപ് പറഞ്ഞിരുന്ന കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും ആവർത്തിക്കുന്നത് എന്ന ഒരു ബോധ്യം. എന്നിട്ട് മാസ്റ്റർ മഹാശയന് വേണമെങ്കിൽ ഭഗവാന്റെ ഉപദേശങ്ങൾ മാത്രം എടുത്താൽ മതി. ഇപ്പം ഗീതയിലെ കഥ, ഇപ്പം ഗീതയാണ് മാതൃകയാക്കുന്നതെങ്കിൽ ഗീതയിൽ ഭഗവാനു വാച എന്ന് പറഞ്ഞാൽ ഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ, അതിനപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ ഒന്നും പറയുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു മാതൃക വേണമെങ്കിൽ ഗീതയായിരുന്നു മാസ്റ്റർ മഹാശയൻ്റെ മുന്നിലുണ്ടായിരുന്ന ഒരു മാതൃക, ഗീത തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഗീതയെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ ഇതിനകത്ത് മാസ്റ്റർ മഹാശയൻ നിർബന്ധപൂർവം ഫുട് നോട്ട് വരെ കൊടുത്ത് ഉൾക്കൊള്ളിച്ചതിൻ്റെ കാരണം ഗീതയായിരുന്നു മാസ്റ്റർ മഹാശയനെ സംബന്ധിച്ച് മുന്നോട്ട് നയിച്ച ഒരു പ്രബലമായ ആധ്യാത്മിക ഗ്രന്ഥം. അപ്പോൾ ഒരു ഗീത അനുവർത്തിക്കുന്ന ഒരു വഴിയിലൂടെ സഞ്ചരിക്കുക, അത് സംഭാഷണത്തിൽ ഭഗവാനു വാച എന്ന് പറയുമ്പോൾ സംഭാഷണത്തിൽ അത് സ്വീകരിക്കാം. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഇത് വിശ്വാസയോഗ്യമാകണമെങ്കിൽ ഇത് ഗീതയിൽ ഭഗവാൻ പറഞ്ഞ, ശ്രീകൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും ആവർത്തിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് വിശ്വാസയോഗ്യമാകണമെങ്കിൽ എന്തൊക്കെ ചേർക്കണം എന്നുള്ളിടത്താണ് ഈ തീയതി, സ്ഥലം, ചുറ്റുപാടുകളുടെയൊക്കെ ഡിസ്ക്രിപ്ഷൻസൂടെ ആഡ് ചെയ്യാം എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഭഗവാൻ ഉപദേശം മാത്രം കൊടുത്താൽ ശരിയാവില്ല. അതുകൊണ്ട് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്ന ഇത്തരം ഘടകങ്ങൾ എങ്ങനെയാണ് മാസ്റ്റർ മഹാശയൻ ഈ ഗ്രന്ഥത്തിൽ, തൻ്റെ വചനാമൃതത്തിൽ ഈ ഒരു ആസ്പെക്റ്റിനെ എങ്ങനെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്ന് ഒരു ഉദാഹരണം, ഒന്നിലേറെ ഉദാഹരണമുണ്ട്. ഒരു ഉദാഹരണം മാസ്റ്റർ മഹാശയൻ്റെ ഈ ഉദാഹരണം മാസ്റ്റർ മഹാശയൻ തന്നെ സൂചിപ്പിച്ച ഉദാഹരണമാണ്.
അതായത് നമ്മുടെ മലയാളം വചനാമൃതത്തിൻ്റെ ആണെങ്കിൽ 1-ാം വോള്യത്തിൻ്റെ 312 പേജിലാണ്. ആ പേജിൽ വിദ്യാസാഗറിൻ്റെയും കേശവചന്ദ്രസേനൻ്റെയും കഥ എന്ന് പറയുന്നൊരു ഭാഗം വരുന്നുണ്ട്. അതായത് ദക്ഷിണേശ്വരം കാളി ക്ഷേത്രത്തിൽ വെച്ച് ഭക്തന്മാരുമായി ബ്രഹ്മതത്വത്തെക്കുറിച്ചും ആദ്യാശക്തിയെക്കുറിച്ചും സംഭാഷണങ്ങൾ അവർക്ക് ഉപദേശം നൽകുന്നു. 1883 ജൂലൈ 22 ഞായറാഴ്ച ആ ദിവസം നടക്കുന്ന ഒരു ഭാഗമാണ് ഒരു ഉദാഹരണമായിട്ട് പറയുന്നത്. എന്താണ് ഇതിനകത്ത് ഉദാഹരണം എന്ന് പറഞ്ഞാൽ, ഈ ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവൻ പറയുന്ന കാര്യങ്ങൾ, അത് മണിമല്ലികനുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അവരോട് സംസാരിക്കുന്നതിനിടയിൽ മാസ്റ്റർ മഹാശയൻ എഴുതി ചേർത്തത് ആ പ്രാദേശികമായ അല്ലെങ്കിൽ ആ സ്ഥലത്തിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൂടെ ഇതിനകത്ത് ആഡ് ചെയ്തു. അത് മനോഹരമായ ഭാഷയിൽ ഇതിനകത്തോട്ട് ചേർത്തു. അപ്പോൾ നമുക്ക് കൂടുതൽ ഒരാളൊരു കാര്യം പറയുന്നു, ഭഗവാൻ ഈ കാര്യം പറയുന്നു, ആ പറയുന്ന കാര്യങ്ങൾ എവിടെ ഇരുന്ന് ഏത് സമയത്താണ് എങ്ങനെയാണ് പറഞ്ഞത്, അത് പറയുമ്പോൾ ആ ചുറ്റുപാടുകൾ എങ്ങനെ ഇരുന്നു. ഇന്ന് നമ്മൾ ദക്ഷിണേശ്വരത്ത് പോകുമ്പോൾ നമ്മെ ഏറ്റവും കൂടുതൽ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് ഈ കാര്യങ്ങളാണ്. അതായത് ദക്ഷിണേശ്വരത്തിൻ്റെ ആ പരിസരത്തെക്കുറിച്ച്, ഭഗവാന്റെ ആ മുറിയുടെ പരിസരങ്ങളെക്കുറിച്ചും അവിടെ നിന്നുള്ള കാഴ്ചകളെക്കുറിച്ചുമുള്ള വളരെ വിശദമായൊരു വിവരണം ഈ വചനാമൃതത്തിൽ മാസ്റ്റർ മഹാശയൻ കൊടുത്തതാണ് നമ്മുടെ മനസ്സിലുള്ളത്. അപ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അതൊക്കെയാണോ എന്നാണ് നോക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളാണ്. അതായത് വർത്തുള്ള വരാന്തയുണ്ടോ, അതിൽ കൂടെ നോക്കിയാൽ ഗംഗ കാണാൻ പറ്റുമോ, അല്ലെങ്കിൽ ഈ 12 ദ്വാദശ ശിവക്ഷേത്രങ്ങളെ കാണാൻ പറ്റുമോ, ഇങ്ങനെ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ ഡിസ്ക്രിപ്ഷൻസും പഞ്ചവടി എവിടെയാണ്, അങ്ങനെ ഓരോന്ന് ഇതായിരിക്കും സ്വാഭാവികമായി വചനാമൃതം നല്ലോണം വായിച്ച ഒരാളെ സംബന്ധിച്ച് അവിടെ ചെല്ലുമ്പോൾ അന്വേഷിക്കുന്ന ഒരു കാര്യം. കാര്യം ഇതൊക്കെ അവിടെ ഉണ്ടോ നോക്കുമ്പോൾ കൃത്യമായിട്ടാണ് അതിൻ്റെ ആ കൃത്യമായ സ്ഥാനത്തിന്നും നമുക്കത് കാണാൻ കഴിയുന്നു എന്ന് പറയുന്നിടത്താണ് ഈ രചനയുടെ വിജയമിരിക്കുന്നത്. ഇപ്പം ഇവിടെ രാസമണി പണിയിച്ച കാളിക്കോവിലിൻ്റെ വിശാലമായ മുറ്റത്ത് കിഴക്കു ഭാഗത്ത് ശ്രീ രാധാകാന്ത ക്ഷേത്രവും ശ്രീ ഭവതാരിണി ക്ഷേത്രവും, പടിഞ്ഞാറ് വശത്ത് 12 ശിവക്ഷേത്രങ്ങൾ. നോക്കൂ, ഈ കാര്യങ്ങൾ ഇത് 1-ാം വോള്യത്തിൽ 312 പേജിലാണിത് പറയുന്നത്. അതായത് അത് വരുമ്പോൾ ഭാഗം നോക്കിയാൽ ഭാഗം എന്ന് പറയുന്ന 12-ാം ഭാഗത്തിലാണ്. 12-ാം ഭാഗമാകുമ്പോഴും മാസ്റ്റർ മഹാശയൻ ഈ ഡിസ്ക്രിപ്ഷൻസ് തരികയാണ്. അതായത് മാസ്റ്റർ മഹാശയൻ ദക്ഷിണേശ്വരത്ത് നിന്ന് ശ്രീരാമകൃഷ്ണദേവനെ കണ്ടത് 1882 ഫെബ്രുവരി 26. ഈ ഡിസ്ക്രിപ്ഷൻ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് 1883 ജൂലൈ 22. ഏതാണ്ട് ഒരു വർഷത്തോളം അടുക്കാൻ പോകുന്നു. കണ്ടതിന് ശേഷം ഒരു വർഷത്തോളം അടുക്കാൻ പോകുന്നു. അപ്പോഴാണ് ഈ വിവരം പറഞ്ഞത്. നോക്കൂ, അവിടെ രാസമണി പണിയിച്ച കാളിക്കോവിലിൻ്റെ വിശാലമായ മുറ്റത്ത് കിഴക്ക് ഭാഗത്ത് ശ്രീ രാധാകാന്ത ക്ഷേത്രവും. ഒരു വർഷം കഴിഞ്ഞിട്ടാണോ ഇത് പറയേണ്ടത്, അല്ലെങ്കിൽ പറയുന്നതിൻ്റെ ആ കാര്യമെന്ത് എന്ന് നമുക്ക് അത്ഭുതം തോന്നും. അത് ആദ്യമേ പറയേണ്ടതില്ലേ. ഈ പറഞ്ഞ സാധാരണ നമ്മൾ അങ്ങനെയല്ലേ, ഒരു സ്ഥലത്തെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പോൾ ആദ്യം പറയുന്ന ആ സ്ഥലം എവിടെയായിരുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. എല്ലാ രചനകളിലും അതായിരിക്കും കാണുക. ആദ്യം എന്താണ്, ആദ്യത്തെ ദർശനത്തിൽ കാണുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. പക്ഷെ ഇവിടെ 12-ാമത്തെ ഭാഗത്തിലെത്തി, അതായത് ഒരു വർഷം തീരാറാകുന്ന ഒരു വർഷത്തോളം പിന്നിട്ട സമയത്താണ് ആദ്യം കണ്ട പോലെ പറയുകയാണ്. രാസാമണി പണിയിച്ച കാളിക്കോവിലിൻ്റെ വിശാലമായ മുറ്റത്ത് കിഴക്ക് ഭാഗത്ത് ശ്രീ രാധാകാന്ത ക്ഷേത്രവും ഭവതാരിണി ക്ഷേത്രവും, പടിഞ്ഞാറ് വശത്ത് 12 ശിവക്ഷേത്രങ്ങൾ, ശിവമന്ദിര നിരയുടെ നേർവടക്കാണ് ശ്രീ പരമഹംസദേവൻ്റെ മുറി വരെ പരിചയപ്പെടുത്തുക. ഒരു വർഷം പൂർത്തിയാകാൻ നേരത്താണ് നമ്മളെ, അല്ലെങ്കിൽ ഈ വായനക്കാരനെ അല്ലെങ്കിൽ അനുവാചകനെ, മറ്റു ഭക്തരെ സൂചിപ്പിക്കുന്നത്. അപ്പം അതിനകത്തൊരു വായിക്കുന്നവർക്ക് എന്തിനാണ് ഇപ്പോൾ ഇത് പറയുന്നത്, ഇത് പറയേണ്ടത് ആദ്യമേ പറയേണ്ടിയിരുന്നില്ലേ, അല്ലെങ്കിൽ ആദ്യമേ ഇത് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ഈ തരത്തിൽ അതായത് ശ്രീരാമകൃഷ്ണ ഈ അവതാര കഥയെ സംബന്ധിച്ചിടത്തോളം
വായനക്കാരൻ്റെ ഉള്ളിൽ ലേശം പോലും സംശയം ഉണ്ടാകരുതെന്നുള്ള പൂർണ്ണമായ ഒരു താല്പര്യം കൊണ്ടാണ് ഈ രീതിയിൽ മാസ്റ്റർ മഹാശയൻ ഇതിനെ വീണ്ടും വീണ്ടും എടുത്ത് ആ സ്ഥലത്തെക്കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഇനി അത് മാത്രമാണല്ലോ, അതിൻ്റെ മുഴുവൻ ആ സ്ഥലത്തിൻ്റെയും പൂന്തോട്ടം നീളം തെക്ക് പറമ്പിൻ്റെ അതിർത്തി വരെ, വടക്ക് പഞ്ചവടി വരെ, ഇതെല്ലാം പറയുന്നുണ്ട്. ഇപ്പോൾ പഞ്ചവടിയിലാണ് ശ്രീരാമകൃഷ്ണൻ തപസ്സനുഷ്ഠിച്ചതെന്നും കിഴക്ക് അമ്പലവളപ്പിൻ്റെ 2 പടികൾക്ക് വരേക്കും ഗുരുദേവൻ്റെ മുറിയുടെ അടുത്ത് ഗന്ധരാജൻ മുതലായ പലതരം പൂച്ചെടികളുണ്ട്. മുറിയുടെ ചുമരിന്മേൽ ദേവന്മാരുടെ ചിത്രങ്ങളുണ്ട്. അക്കൂട്ടത്തിൽ പത്രോസ് വെള്ളത്തിൽ താഴുന്നതും യേശു അദ്ദേഹത്തെ കൈക്ക് പിടിച്ചു പൊക്കുന്നതുമായ ചിത്രവുമുണ്ട്. അപ്പം ശ്രീരാമകൃഷ്ണദേവൻ്റെ മുറിയിലും ക്രിസ്തുദേവൻ്റെ ഈ ചിത്രം ഇരിപ്പുണ്ട്. ബുദ്ധദേവൻ്റെ ഒരു ശിലാമൂർത്തിയുമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് അതാണ് പറയാൻ കാരണം. അതായത് മാസ്റ്റർ മഹാശയനെ സംബന്ധിച്ചിടത്തോളം ഒരു മാതൃക എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരു അവതാര കഥ എഴുതുമ്പോൾ സ്വീകരിക്കേണ്ട മാതൃകയെക്കുറിച്ചുള്ള ആ ബോധത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കാര്യം ക്രിസ്തുവിനെക്കുറിച്ചും ബുദ്ധനെക്കുറിച്ചുമുള്ള പരാമർശങ്ങൾ മാസ്റ്റർ മഹാശയൻ ഇവിടെ പറയാൻ കാരണം ബുദ്ധദേവൻ്റെ ഒരു ശിലാമൂർത്തിയും ആ മുറി, അപ്പം ശ്രീരാമകൃഷ്ണദേവൻ്റെ മുറിയിൽ തന്നെ ഈ ആദ്യ മാതൃകകൾ ഇരിപ്പുണ്ട്. ഒരു കൃതി എഴുതണം എന്ന് മാസ്റ്റർ മഹാശയൻ ഇതൊരു കൃതിയായി രൂപീകരിക്കണം എന്ന് പറയുമ്പോൾ ഈ കൃതി ശ്രീരാമകൃഷ്ണദേവൻ്റെ ദേഹത്യാഗത്തിന് ശേഷം 10-12 വർഷം കഴിഞ്ഞ് മനനം ചെയ്ത് ധ്യാനാവസ്ഥയിൽ ആ മുറിയെ വീണ്ടും കൊണ്ടുവരികയാണ്. ആ ധ്യാനാവസ്ഥയിൽ മുറിയെ വീണ്ടും കൊണ്ടുവരുന്നതിൻ്റെ 1 വർഷം കൂടെ പിന്നെയും നീളുകയാണ്. ആ ചിന്തയെ 1 വർഷം കൂടെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ആ ചിന്തയെ 1 വർഷം കൂടെ, കാര്യം 2 വർഷം കൊണ്ടാണ്, പിന്നീട് 2 വർഷം എടുത്താണ് ഇത് എഴുതിയത്. അപ്പോൾ ആ ചിന്തയെ തന്നെ വീണ്ടും 1 വർഷം കൂടെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇതെല്ലാം റീകളക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ റീകളക്റ്റ് ചെയ്യുമ്പോൾ എന്തായിരുന്നു എഴുത്തിന് ഉപയോഗിക്കേണ്ടിയിരുന്ന ഒരു മാതൃക എന്നുള്ളതിൻ്റെ ചില സൂചനകളാണ് ഈ കൃതി, ഈ വചനാമൃതത്തിൽ മാസ്റ്റർ മഹാശയൻ്റെ ശ്രദ്ധയിൽപ്പെട്ട കാര്യങ്ങളാണ് ഈ എഴുതിയിരിക്കുന്നത്. കാരണം ഇതിപ്പോൾ ശ്രീരാമകൃഷ്ണദേവനുമായി ബന്ധപ്പെട്ടതല്ല, വചനാമൃതവുമായി ബന്ധപ്പെട്ട കാര്യമല്ല. ആ വചനാമൃതം പറയാൻ ഭഗവാൻ ഇരുന്ന സ്ഥലത്തിൻ്റെ ഡിസ്ക്രിപ്ഷനിലേക്കാണ് ഇത് പോയത്. ഇത് പറഞ്ഞില്ലെങ്കിലും ഈ വചനാമൃതം രചിക്കാം. ഇത് പറയണമെന്ന് നിർബന്ധമില്ല. ആ ചുമരിൽ ഏതൊക്കെ ചിത്രമുണ്ടെന്നൊന്നും പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇത് മാസ്റ്റർ മഹാശയൻ്റെ മാതൃകയ്ക്ക് വേണ്ടിയുള്ള മനസ്സിൻ്റെ അന്വേഷണങ്ങളുടെ ഒരു പ്രതിഫലനമാണ് ഈ ക്രിസ്തുവിൻ്റെ ചിത്രത്തെക്കുറിച്ചും ബുദ്ധദേവൻ്റെ ശിലാമൂർത്തിയെക്കുറിച്ചുമുള്ള പരാമർശം. എന്നിട്ടാണ് പറയുന്നത് ശ്രീരാമകൃഷ്ണൻ ചെറുകട്ടിലിൽ വടക്കോട്ട് മുഖമായി ഇരിക്കുന്നു. നോക്കൂ, ഇത് 1 വർഷം കഴിഞ്ഞിട്ടാണ് ഇത് എഴുതുന്നത്, അല്ലെങ്കിൽ 1 വർഷം അടുക്കാറായപ്പോഴാണ് ഇത് എഴുതുന്നത്. വടക്കോട്ട് അഭിമുഖമായി ഇരിക്കുന്നു. ഭക്തന്മാർ തറയിൽ, ചിലർ പായിലും ചിലർ തടുക്കിലും ഇരിക്കുന്നു. സകലരും കണ്ണെടുക്കാതെ ആ മഹാപുരുഷൻ്റെ ആനന്ദമൂർത്തിയെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അതായത് നിങ്ങൾക്ക് ഇതൊരു ഈശ്വരാവതാരമാണ് എന്ന ബോധ്യം ഇനിയും വന്നിട്ടില്ല എങ്കിൽ മനസ്സിൽ ഉറപ്പിക്കൂ, ഇത് ആ പറയുന്നത് സത്യമായിട്ട് തന്നെയാണ് പറയുന്നത്. അതാണ് ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞ പോലെ അർജുനോട് പറഞ്ഞ, അല്ലയോ അർജുന, ആ സത്യം തന്നെയാണ് ഞാൻ നിന്നോട് വീണ്ടും പറയുന്നത്. അപ്പോൾ സത്യമായ ഒരു കാര്യത്തെ നമ്മെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ഒരു രചനാ കൗശലം. നോക്കൂ, ഇവിടെ വീണ്ടും ആ ഭാഗം നോക്കുമ്പോൾ പറയാം, മഹാപുരുഷനെ ആനന്ദമൂർത്തിയെ നോക്കിക്കൊണ്ടിരിക്കുന്നു. മുറിയിൽ നിന്നും അധികം അകലെയല്ലാതെ ചിറമതിലിന് പടിഞ്ഞാറായി പുണ്യസലിലയായ ഭഗീരഥി തെക്കോട്ടൊഴുകുന്നു. വർഷകാലത്ത് സാഗര സംഗമത്തിലെത്താൻ വലിയ വെമ്പലോടെ കുതിച്ചു പായുന്നു. വഴിക്കൊരിക്കൽ മാത്രം ആ മഹാപുരുഷൻ്റെ ധ്യാനമന്ദിരം തൊട്ടു തൊഴുതുകൊണ്ട് അങ്ങനെ ഒഴുകുന്നു. ഗംഗാനദി സാഗരത്തിൽ ലയിക്കാനായിട്ട് ഒഴുകുകയാണ്. ആ സാഗരത്തിലെത്താനുള്ള വെമ്പൽ കൊണ്ട് അത് ശക്തിയായി ഒഴുകുന്നതിനിടയിൽ ഒരിക്കൽ മാത്രം, ആ ഓരോ ഓളങ്ങളും ഒരിക്കൽ മാത്രം ഈ മഹാപുരുഷൻ്റെ ധ്യാനമന്ദിരം തൊട്ടു തൊഴുതുകൊണ്ട് അങ്ങനെ ഒഴുകുന്നു. അപ്പോൾ ഇതാണ് മാസ്റ്റർ മഹാശയൻ. അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ടാണ് ഈ പറഞ്ഞ ഡിസ്ക്രിപ്ഷൻസ് എല്ലാം ഇന്ന് പോയാലും നമുക്കതവിടെ അനുഭവിക്കാൻ കഴിയും. അപ്പോൾ പൂർണ്ണമായും ഒരു അവതാര കഥയെ എങ്ങനെ അവതരിപ്പിക്കണം
വിശ്വാസയോഗ്യം എങ്ങനെ ആക്കണം, അതാണ് എങ്ങനെ വിശ്വാസയോഗ്യമായി അവതരിപ്പിക്കണം എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ രചനാരീതി. ഇതിനു മുമ്പോ ഇതിനു പിമ്പോ ഇങ്ങനൊരു രചനാരീതി ഉണ്ടായിട്ടേയില്ല, ഇങ്ങനൊരു കൃതിയേ ഉണ്ടായിട്ടില്ല. അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു ഭാഗ്യം. ഇങ്ങനൊരു കൃതി വായിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു വലിയ ഭാഗ്യം. ഇങ്ങനെയൊരു കൃതി മുൻപോ പിൻപോ പിന്നീട് ഒരിക്കലുമോ എഴുതപ്പെട്ടിട്ടില്ല, ഒരേ ഒരു തവണ രചിക്കപ്പെട്ടതാണ്. ഇത് തന്നെ 1882 ഏപ്രിൽ 9 ഞായറാഴ്ചത്തെ ഒരു പരാമർശമുണ്ട്. അത് പ്രാണകൃഷ്ണ മുഖോപാധ്യായൻ്റെ ശ്യാംപുക്കൂരിലുള്ള ഗൃഹത്തിൽ 2ാം നിലയിൽ സ്വീകരണമുറിയിൽ. നോക്കുക എത്ര കൃത്യമായിട്ടാണ് ഭഗവാൻ അവിടെ പ്രാണകൃഷ്ണൻ്റെ വീട്ടിൽ പോയപ്പോൾ ആ പ്രാണകൃഷ്ണൻ്റെ വീട്ടിൽ പോയതിനെ വളരെ കൃത്യമായിട്ട് മാസ്റ്റർ മഹാശയൻ അവതരിപ്പിക്കുകയാണ്. ആ ഗൃഹത്തിൻ്റെ 2ാം നിലയിൽ സ്വീകരണമുറിയിൽ എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത വരി നോക്കൂ, ഇതാണ് ആ രചനാ കൗശലത്തിൻ്റെ രീതി. തൊട്ടടുത്തത് ക്യാപ്റ്റൻ ഇതിനടുത്താണ് താമസിക്കുന്നത്. അതാണ്, അത് റിലേറ്റ് ചെയ്യുകയാണ് അവിടെ. വെറുതെ ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു പേര് പറഞ്ഞിട്ട് ആ സ്ഥലത്തെ ഒരു വീട്ടിൽ പോയി എന്നല്ല പറഞ്ഞത്. ആ പറഞ്ഞ വീടിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന വീടെന്ന് പറയുന്നത് നേപ്പാൾ ഗവൺമെൻറ്റിൻ്റെ കൽക്കത്തയിലെ റെസിഡൻ്റായിട്ടുള്ള വിശ്വനാഥ ഉപാധ്യായൻ്റെ വീട് ഇതിന് തൊട്ടടുത്താണ്. അപ്പോൾ ഇത് വായിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ശ്യാംപുക്കൂറിലെ ഈ ഗൃഹം എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ അതായത് വളരെ ക്ലിയർ ആയിട്ടാണ് നമ്മുടെ മുമ്പിൽ ആ സ്ഥലത്തെ അവതരിപ്പിക്കുന്നത്, ശ്യാംപുക്കൂറിനെ. അതേപോലെ തന്നെയാണ് 1882 ആഗസ്റ്റ് 5 ശനിയാഴ്ച. ചില ഉദാഹരണങ്ങളാണിത് പറയുന്നത്. ഇത് ഉടനീളം ഇത് തന്നെയാണ്. നമുക്കത് അതേ ഭാഗങ്ങൾ ഇനി നമ്മൾ മുന്നോട്ട് വായിച്ചാൽ നമുക്കത് ബോധ്യപ്പെടും. ഈ 1882 ആഗസ്റ്റ് 5 ശനിയാഴ്ച നടന്നത് ഒരു കുതിരവണ്ടി വാടകയ്ക്ക് പിടിച്ച് കൽക്കത്തയിലെ രാജപാത വഴി ബഹാദൂർ ബഗാൻ്റെ നേർക്ക് വരുന്നു. വിദ്യാസാഗറിൻ്റെ വീട്ടിൽ പോയ കാര്യമാണ് ഈ പറയുന്നത്. വിദ്യാസാഗരനെ സന്ദർശിച്ചു, അല്ലെങ്കിൽ വിദ്യാസാഗറിൻ്റെ വീട്ടിൽ ഭഗവാൻ എത്തി എന്ന് പറഞ്ഞ് അതിൽ നടക്കുന്ന ഒരു ദീർഘമായ സംഭാഷണവും ഒക്കെ ആ ഭാഗത്തുണ്ടെന്ന് നമുക്കറിയാം. അതല്ലേ പറയേണ്ട കാര്യമുള്ളൂ. ശരിക്കും വചനാമൃതം എന്ന് പറയുമ്പോൾ അത്രേ ആവശ്യമുള്ളൂ. പക്ഷേ മാസ്റ്റർ മഹാശയൻ അതല്ല ഇവിടെ സ്വീകരിച്ചത്. വിദ്യാസാഗരനെ ഭഗവാൻ കാണുന്നതിന് മുമ്പ് എന്തൊക്കെ സംഭവിച്ചു, അപ്പോൾ ആ സ്ഥലത്തെയും ഒന്ന് തീയതി പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഡേറ്റ് കൃത്യമായി, കാലം കൃത്യമായി. ഇനി ആ സ്ഥലത്തെയും കൂടെ വർണ്ണിക്കുകയാണ്. അപ്പോൾ എവിടെ കൂടെയാണ് പോയത്? ബഹാദൂർ ബഗാൻ്റെ നേർക്കാണ് വരുന്നത്. വിദ്യാസാഗറിൻ്റെ വീട് അവിടെയാണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് വരുന്നത്? അത്രയും ഡിസ്ക്രിപ്ഷൻ്റെ ആവശ്യമുണ്ടോ എന്ന് നമുക്ക് തോന്നും. പോൾപ്പാറ കടന്ന് ശ്യാം ബസാർ വഴി ആമേഴ്സ്റ്റ് തെരുവിൽ. നോക്കൂ എത്ര കൃത്യമായിട്ടാണ്. ഈ പോസ്റ്റ് ഓഫീസ് റെക്കോർഡ്സ് പോലെയാണിത്. പോൾപ്പാറ കടന്ന് ശ്യാം ബസാർ വഴി ആമേഴ്സ്റ്റ് തെരുവിലെത്തി. എന്നിട്ടും നിർത്തിയില്ല, വീണ്ടും വിവരണം കൊടുക്കുകയാണ്. കാര്യം അത്രമേൽ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. രാജാ റാംമോഹൻ റായിയുടെ വീടിന് മുന്നിലൂടെ. ഇത്ര കൃത്യമായിട്ടാണ്. അതേപോലെ തന്നെയാണ് 1882 ഒക്ടോബർ 27 വെള്ളിയാഴ്ചത്തെ ഒരു ഭാഗം കാണുന്നത്. അത് കേശവചന്ദ്രസേനോത്തുള്ള നൗകാവിഹാരത്തിൻ്റെതാണ്. നമുക്ക് ആ ഭാഗം നന്നായിട്ട് കാണാതറിയാവുന്നൊരു ഭാഗമാണ് ആ നൗകാവിഹാരം. അപ്പോൾ അവിടെ കണ്ടില്ലേ, ഈ നൗകാവിഹാരത്തിന് ശേഷം ആ ബോട്ടിൽ സഞ്ചരിച്ച ശേഷം എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ബോട്ട് കൈലാഘട്ടിൽ വന്ന് നിന്നു. അപ്പോൾ രാത്രിയാണ്. പൂർണ്ണചന്ദ്രൻ്റെ പുഞ്ചിരി, മന്ദാകിനിയുടെ മാറിടം, പൂനിലാവിൻ്റെ കേളീരം. മാസ്റ്റർ മഹാശയൻ തൻ്റെ അലങ്കാരപ്രയോഗങ്ങളും ഭാഷാപ്രയോഗങ്ങളും അങ്ങ് കുതിരയെ പോലെ പായുകയാണ്, കവിതാത്മകമാകുകയാണ്. അത്രയ്ക്ക് കേളീരംഗം. അവിടെ നിന്ന് കുതിരവണ്ടിയിൽ യാത്ര തുടരുന്നു. വണ്ടി പോകുന്ന വഴി നോക്കൂ. പിന്നീട് ഡിസ്ക്രിപ്ഷൻസ് ഉടനെ മാസ്റ്റർ മഹാശയൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ 1882 കൽക്കട്ടയിലെ ഒരു ബ്രിട്ടീഷ് ഇംഗ്ലീഷുകാർ താമസിക്കുന്ന ഒരു മേഖലയിലൂടെ ഒരാൾ സഞ്ചരിച്ചാൽ എന്തൊക്കെ കാണാൻ പറ്റും എന്നുള്ളത് ബോധ്യപ്പെടുത്തുകയാണ്. ആ വണ്ടി പോകുന്ന വഴി ആംഗലേയരുടെ പാർപ്പിടം, സുന്ദരമായ തെരുവീഥി, പാതയുടെ ഇരുവശവും മനോഹരമായ മാളികകൾ. മുഴുതിങ്കൾ ഉദിച്ചിരിക്കുന്നു. അപ്പോൾ ആകാശത്ത് മുഴുതിങ്കൾ,
മാളികകളിലോ അവിടെയെല്ലാം പാലൊളി പൂനിലാവിൽ നിറഞ്ഞു നിൽക്കുകയാണ്. എന്നിട്ടോ ഈ സായിപ്പിൻ്റെ പടിക്കലെല്ലാം ഗ്യാസ് ലൈറ്റ് കത്തിച്ചു വെച്ചിട്ടുണ്ട്, ഗ്യാസ് ലൈറ്റുകൾ കത്തുന്നു. അപ്പോൾ ഇത്തരത്തിൽ ആ പോകുന്ന വഴിയെ മുഴുവനും വളരെ ഭംഗിയായിട്ട് മാസ്റ്റർ മഹാശയൻ വർണ്ണിച്ചിരിക്കുന്നത് ഇത്രയും കാണുമ്പോൾ, ഇത് വിദ്യാസാഗറിനെ കാണാൻ പോകുന്ന ഭാഗമാണ് ഈ വിവരണം നടക്കുന്നത്. നമുക്ക് ഈ ഒരു ഡിസ്ക്രിപ്ഷനോട് കൂടി വിദ്യാസാഗറിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഭഗവാനെ സംബന്ധിച്ച് ആ അവതാരത്തിൻ്റെ ലീലകൾ പൂർണ്ണമായും ബോധ്യം വരികയാണ്, കൃത്യമായി ബോധ്യം വരികയാണ്, സംശയമേ ഇല്ല. അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഇതെടുത്താൽ നമുക്ക് ഇങ്ങനെ കൂടുതൽ പറയാനുണ്ട്. ഇപ്പോൾ മറ്റൊന്ന്, മുറിക്കുള്ളിലൊരു പേജ് 105 പറയുന്നുണ്ട്. ഞാൻ കുറേയൊക്കെ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചു, ഇങ്ങനെ വരാവുന്ന ഭാഗങ്ങൾ ഏതൊക്കെ ആയിരിക്കും. മാസ്റ്റർ മഹാശയൻ അത് പറഞ്ഞപ്പോൾ ഞാൻ അതും കൂടെ നോട്ട് ചെയ്ത് നോക്കി, ഏതൊക്കെ ഭാഗം. മാസ്റ്റർ മഹാശയൻ ഒരു ഭാഗം പറഞ്ഞേ ഉള്ളൂ ഉദാഹരണമായിട്ട്, നമ്മൾ വേറെ നോക്കി. ഇതാണ് വിദ്യാസാഗറിൻ്റെ വീട്ടിൽ പോകുന്ന ഭാഗം. കുറേ കൂടെ വചനാമൃതത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. 105 പേജിൽ 1-ാം വോള്യത്തിൽ. വണ്ടി പുറപ്പെട്ടു. ആംഗലേയരുടെ പാർപ്പിടം, സുന്ദരമായ തെരുവീഥി, പാതയുടെ ഇരുവശങ്ങളിൽ മനോഹരങ്ങളായ മാളിക, മുഴുത്തിങ്കൾ ഉദിച്ചിരിക്കുന്നു, മാളികകൾ പാലൊളി പൂനിലാവിൽ വിശ്രമം കൊള്ളുന്നു, പടിക്കൽ ഗ്യാസ് ലൈറ്റ്, മുറിക്കുള്ളിൽ ദീപമാല, അവിടെ ആംഗലേയ മഹിളകൾ പിയാനോവും എടുത്ത് പാടുന്നു, ഗുരുദേവൻ ആനന്ദം പൂണ്ട് ചിരിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നു. കൃത്യമായ ഡിസ്ക്രിപ്ഷൻസോടു കൂടിയാണ്. അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു, എന്താ ചെയ്യുക? അപ്പോൾ നന്ദലാൽ ഇന്ത്യ ക്ലബിൻ്റെ മുമ്പിൽ വണ്ടി നിർത്തി. നോക്കൂ, ഒരു അവതാര കഥയാണ് ഈ പറയുന്നത്, അവതാര കഥയാണ് ഈ പറയുന്നത്. അപ്പോൾ എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ വണ്ടി എവിടെയാണ് നിർത്തിയത്? നന്ദലാൽ ഇന്ത്യ ക്ലബിൻ്റെ മുമ്പിൽ വണ്ടി നിർത്തി. വെള്ളം കൊണ്ടുവരുവാൻ മുകളിലേക്ക് പോയി ഒരു ഗ്ലാസ്സിൽ വെള്ളവുമായി എത്തി. ഗുരുദേവൻ ചിരിച്ചുകൊണ്ട് ഗ്ലാസ് നേരെ കഴുകിയോ എന്ന് ചോദിച്ചു. ഉവ്വെന്ന് നന്ദലാൽ. ഗുരുദേവൻ വെള്ളം കുടിച്ചു. നോക്കൂ, അപ്പോൾ ഇവിടെ നമുക്കൊരു സന്ദേഹമില്ല. ഇതൊരു അവതാര കഥ പറയുമ്പോൾ ഇതൊരു ഭാവനാ സൃഷ്ടിയാണെന്ന് നമുക്ക് പറയാനേ പറ്റില്ല. കാര്യം ഈ ഡിസ്ക്രിപ്ഷൻസ് എല്ലാം വളരെ കൃത്യമാണ്. ഒരു സാമൂഹ്യ ശാസ്ത്രം അന്വേഷിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇതെല്ലാം കൃത്യമാണ്. അപ്പോൾ എത്ര കൃത്യതയോട് കൂടിയാണ് ആ കാര്യങ്ങൾ. ഇതെല്ലാം 12 വർഷം കഴിഞ്ഞ് ഓർത്തിരുത്തി. വെള്ളം കുടിച്ച കാര്യം 12 വർഷം കഴിഞ്ഞ് ഓർത്തിരുന്ന്, ഭഗവാന്റെ ദേഹത്യാഗത്തിന് ശേഷം 12 വർഷം കാത്തിരുന്ന്, അത് കഴിഞ്ഞ് ഇതൊക്കെ ഈ വെള്ളം കുടിച്ച ചെറിയ മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരെ ഓർത്തിരുന്ന് ഇതിൽ ചേർത്തതിൻ്റെ ഉദ്ദേശം ഭഗവാന്റെ മൊഴികൾ പറയുമ്പോൾ അത് പൂർണ്ണമായും നമുക്ക് ബോധ്യപ്പെടണം, ഇതിൻ്റെ വാസ്തവികതയെ നമുക്ക് ബോധ്യപ്പെടണം എന്നുള്ള ഒരു മോഹം കൊണ്ടാണ്. ഇനി മറ്റൊരു വർണ്ണന വരുന്നത് 1882 നവംബർ 18 ബുധനാഴ്ചയാണ് ശ്രീരാമകൃഷ്ണദേവൻ സർക്കസ് കാണാൻ പോകുന്നത്. സർക്കസ് അത് നമ്മളും വായിച്ചിട്ടുണ്ടല്ലോ, ഞാനത് ഡിസ്ക്രിപ്ഷൻസ് എടുക്കുന്നില്ല. ആ സർക്കസ് കാണാൻ പോകുന്നു. അപ്പോൾ അങ്ങനെ ആ സർക്കസിൻ്റെ വിവരണം, ഇത്തരം വിവരണങ്ങൾ ഇതിനിടയിൽ ഉള്ളത് കൊണ്ടാണ് ഭഗവാന്റെ മൊഴികൾ, വചനാമൃതം മാത്രമല്ല, ഭഗവാന്റെ അരുൾമൊഴികൾ മാത്രമല്ല, ഇതിനകത്ത് അന്നത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള ഡിസ്ക്രിപ്ഷൻസ് കൂടി വളരെ കൃത്യമായി മാസ്റ്റർ മഹാശയൻ എഴുതി ചേർത്തതുകൊണ്ടാണ് നമുക്കിത് ഏറ്റവും, അതായത് പിന്നീട് വരുന്ന ഒരു വായനക്കാരൻ മാസ്റ്റർ മഹാശയൻ എന്താണോ ഉദ്ദേശിച്ചത് അത് പൂർണ്ണമായും നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ട്. കാര്യം ഒരു മിസ്സിങ് വരുന്നില്ല ഇതിനിടയിൽ. മാസ്റ്റർ മഹാശയൻ എന്താണോ ഉദ്ദേശിച്ചത്, ഭഗവാനെ, ശ്രീരാമകൃഷ്ണ പരമഹംസർ എന്ന് പറയുന്ന അവതാരം എന്താണ് എന്ന് ഈ ഇത്രയും 150 വർഷങ്ങൾക്ക് ഇപ്പോഴിരുന്നുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പൂർണ്ണമായും ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുന്നതിൻ്റെ ഒരു കാരണം ഈ അവതാര മൊഴികൾ മാത്രമായിരുന്നെങ്കിൽ ഇതൊരു പക്ഷേ ഒരുപക്ഷെ വിസ്മരിക്കപ്പെട്ടു പോയത്. അപ്പോൾ മാസ്റ്റർ മഹാശയൻ്റെ ആ ഒരു ദീർഘവീക്ഷണം, ഒരു അവതാര കഥ എഴുതുമ്പോൾ സ്വീകരിക്കപ്പെടേണ്ട ആ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്, ഏത് ശൈലിയാണെന്നുള്ള അദ്ദേഹം ഉദ്ദേശിച്ച ആ ഒരു രചനാ കൗശലം എത്ര കൃത്യമായിട്ടാണ് ഇതിനകത്ത് വന്നതും അത് എത്രമാത്രം കൃത്യമായി നമ്മളെപ്പോലുള്ളവർക്ക് ബോധ്യപ്പെട്ടു. കാരണം ഇന്നും നമുക്ക് വേണമെങ്കിൽ കൽക്കട്ടയിൽ പോയാൽ ഇത് വച്ച് നമുക്ക് സഞ്ചരിക്കാം. നോക്കൂ, 150 വർഷം കഴിഞ്ഞ് കൽക്കട്ടയുടെ രൂപഘടന തന്നെ മാറി. എങ്കിലും
നമുക്കിതുപോലെ സഞ്ചരിച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എത്ര കൃത്യതയോടെയാണ്. അപ്പോൾ പിന്നെ സംശയത്തിന് അവകാശം. ഇതൊന്നും ഇനി അവിടെ ഇല്ല എങ്കിൽ വീണ്ടും പറയും ഇതൊക്കെ ഭാവനാ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞ പോലെ ഇല്ലേ. ഇപ്പോൾ നമ്മൾ പുതിയ കഥ, ഇപ്പം എം മുകുന്ദൻ്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ വായിക്കുന്ന നമ്മൾ മയ്യഴിയിൽ പോയാൽ ആ പറഞ്ഞ ഒന്നും കാണാൻ പറ്റില്ല. അങ്ങനെ ഒരു സംഭവമേ അവിടെ ഇല്ല. മയ്യഴിയിൽ ചെല്ലുന്ന ഒരാൾക്ക് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ വിവരിച്ചിരിക്കുന്ന ഒരു കാര്യവും അവിടെ ഇല്ല. അതാണ് ഞാനത് കുറെ കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഖസാക്കിൻ്റെ ഇതിഹാസം എഴുതിയ OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം വായിച്ചിട്ട് നമ്മൾ ഖസാക്കിൽ പോയാൽ, തസ്രാക്കിൽ പോയാൽ ഈ പറഞ്ഞ ഒന്നും അവിടെ ഇല്ല. ഇതെല്ലാം ഭാവനാ സൃഷ്ടിയാണെന്ന് നമുക്ക് തോന്നും. കുറേയൊക്കെ ഭാവനയായിരുന്നു, കുറച്ചൊക്കെ അവിടെ ഉണ്ട്. ഒരു പള്ളിയോ അല്ലെങ്കിൽ ആ ഒരു മറ്റേ ഒരു ആ കെട്ടിടമൊക്കെ അല്ലാത്ത വെച്ചാൽ ബാക്കിയെല്ലാം ഭാവനാ സൃഷ്ടിയാണ്. അപ്പോൾ നമ്മളിലെ ബോധ്യം ഇന്നും നമ്മൾ അന്വേഷിച്ച് പോകുന്ന ആ കഥയിൽ നിന്ന്, ഇന്നിപ്പോൾ കേരളത്തിൽ ഇരുന്നുകൊണ്ട് ഞാൻ ചിന്തിക്കുന്നുകൊണ്ട് പറയുകയാണ്, ഇന്നും കഥയിൽ അന്വേഷിക്കുന്നത് കൊണ്ട് ഇപ്പോൾ ഗബ്രിയേൽ മാർക്കേസിൻ്റെ കഥ വായിച്ചിട്ട്, ഏകാന്തതയുടെ 100 വർഷങ്ങൾ വായിച്ചിട്ട് മക്കൊണ്ട് അന്വേഷിച്ച് പോകുന്നവരുണ്ട്. അങ്ങനെ ഒരു സ്ഥലമേ ഇല്ല. അപ്പോൾ ഇത് പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ ഇത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതേ അതായത് ഈ മാത്രമല്ല, ഈ സ്ഥലത്തിൻ്റെ ഡിസ്ക്രിപ്ഷൻ മാത്രമായിട്ടല്ല, കാലാവസ്ഥ കൂടെ അവിടെ കൊണ്ടുവരുന്നുണ്ട്. ആ കാലാവസ്ഥയും കൂടെയാണ് അവിടെ അവതരിപ്പിക്കുന്നത്. ഒരു ഭാഗം ഇങ്ങനെ കാണാം നമുക്ക്, കാലാവസ്ഥയെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗം. ഭവതാരിണിയുടെയും രാധാകാന്തൻ്റെയും 12 ശിവക്ഷേത്രങ്ങളിലെയും പൂജ അവസാനിച്ചു. അപ്പം വൈകുന്നേരത്തെ അത്താഴപൂജയുടെ ആയിരിക്കും അത്. ഭവതാരിണിയുടെയും രാധാകാന്തൻ്റെയും 12 ശിവക്ഷേത്രങ്ങളിലെയും പൂജ അവസാനിച്ചു. നിവേദ്യത്തിനുള്ള മണിയടിച്ചു. മേടമാസം, 12 മണി നേരം, വലിയ ചൂട്. ഇപ്പോഴേ വേലിയേറ്റം ആരംഭിച്ചു. തെക്കൻ കാറ്റു വീശുന്നു. തീർത്ഥസലിലയായ ഭഗീരഥി ഇപ്പോൾ വടക്കോട്ടൊഴുകുന്നു. കൽക്കത്തയിൽ ഗംഗയുടെ ഒഴുക്ക് സ്വതവേ തെക്കോട്ടാണ്. പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന സന്ദർഭത്തിൽ ഭഗീരഥി എന്ന് വിളിക്കുകയാണ് ഗംഗ, ഇപ്പോൾ വടക്കോട്ടാണ് ഒഴുകുന്നത്. എന്നാൽ വേലിയേറ്റ സമയം, എന്തുകൊണ്ടാണ് ഈ വടക്കോട്ട് ഒഴുകുന്നത്? വേലിയേറ്റ സമയത്ത് ഗംഗ വടക്കോട്ടൊഴുകും. അപ്പം ഈ തരത്തിൽ ആ സാമൂഹിക ശാസ്ത്രത്തെ അല്ലെങ്കിൽ ജിയോഗ്രഫിയെ കൂടെ, സാമൂഹിക ശാസ്ത്രം മാത്രമല്ല ജിയോഗ്രഫി കൂടെ ഇതിനകത്ത് എത്ര കൃത്യമായിട്ടാണ് മാസ്റ്റർ മഹാശയൻ ഇതിനകത്ത് ഈ ഗംഗയുടെ ഈ മാറ്റങ്ങളും ഗംഗയുടെ ഈ രീതികളെല്ലാം ഇപ്പോഴും നമുക്ക് പോയി അനുഭവിക്കാൻ പറ്റും. അപ്പോൾ അത്ര കൃത്യമായി ആ പ്രാദേശികമായ കാര്യങ്ങളെ ഉൾക്കൊള്ളിച്ചു എന്നുള്ളതാണ് ഈ രചനാ ശൈലി സ്വീകരിച്ചപ്പോൾ അത് വളരെ മനഃപൂർവ്വം, വളരെ സൂക്ഷ്മതയോടുകൂടി അദ്ദേഹം വളരെ ദീർഘവീക്ഷണത്തോടുകൂടി സ്വീകരിച്ചതാണ് ഈ ശൈലി എന്ന് നമുക്ക് മനസ്സിലാവും. വ്യക്തികളെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ ഈ രചനയിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. അതാണ് നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ പറഞ്ഞതെല്ലാം ഈ വ്യക്തിഗത വിശദീകരണങ്ങളായിരുന്നു. അത് മുഴുവൻ നമ്മൾ പറഞ്ഞതാണ് ഓരോരുത്തരെക്കുറിച്ചും. എങ്കിലും നമുക്ക് ഒരു ഭാഗം വരുന്നത് പിന്നെ 1883 മെയ് 2 ബുധനാഴ്ച. കാര്യം, ഒരു അവതാര കഥ എഴുതുമ്പോൾ ആ അവതാര കഥയുടെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ പറയുന്നത്. അപ്പോൾ മെയ് നോക്കട്ടെ, 1883 മെയ് 2 ബുധനാഴ്ച, അതായത് 230-ാമത്തെ പേജാണ് 1-ാം വോള്യത്തിൽ. നന്ദന ബഗാനിലെ ബ്രഹ്മസമാജത്തിൽ, അതായത് സ്വർഗശ്രീമാൻ കാശീശ്വരമിത്രൻ്റെ വീട്ടിൽ പോയത്, മരിച്ചുപോയ കാശീശ്വരമിത്രൻ്റെ വീട്ടിൽ നന്ദന ബഗാനിൽ ശ്രീരാമകൃഷ്ണദേവൻ പോയപ്പോൾ അപ്പോൾ കാശീശ്വരമിത്രൻ്റെ മക്കളാണ് അവിടെ ഉത്സവം നടത്തുന്നത്. അപ്പോൾ അവിടെ ആദ്യമായിട്ട് രവീന്ദ്രനാഥ ടാഗോറിനെ കണ്ടുമുട്ടുന്ന വിശേഷം പറയുന്നത് ഇവിടെ വെച്ചാണ്. ഇത് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് ഈ ഭാഗം. അപ്പോൾ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ കാര്യം, രവീന്ദ്രനാഥ ടാഗോർ, മാസ്റ്റർ മഹാശയൻ ഇത് രചിക്കുമ്പോൾ രവീന്ദ്രനാഥ ടാഗോർ പ്രശസ്തനായ രവീന്ദ്രനാഥ ടാഗോർ അല്ല എന്ന് ഓർക്കണം. വിവേകാനന്ദ സ്വാമിയേക്കാൾ 2 വയസ്സിന് മൂപ്പേ ഉള്ളൂ. അപ്പോൾ രവീന്ദ്രനാഥ ടാഗോർ വിശ്വമഹാകവി എന്ന പേരിലോ ഇന്ത്യയുടെ മഹാകവി എന്ന പേരിലോ അല്ലെങ്കിൽ
പിന്നെ നോബൽ പ്രൈസ് നേടിയ മഹാകവി എന്ന പേരിലോ വിശ്വഭാരതി യൂണിവേഴ്സിറ്റി സൃഷ്ടിച്ച മഹാകവി എന്ന പേരിലോ ചിത്രരചന നടത്തിയ മഹാകവി എന്ന പേരിലോ ബംഗാളികൾക്ക് ഗുരുദേവൻ എന്ന് പറയുന്നത് രവീന്ദ്രനാഥ ടാഗോറാണ്. ഗുരുദേവ് എന്നാണ് ബംഗാളികൾ രവീന്ദ്രനാഥ ടാഗോറിനെ വിളിക്കുന്നത് ഇപ്പോഴും. അപ്പം ഗുരുദേവ് എന്ന് പറയുന്ന തരത്തിൽ ബംഗാളിൻ്റെ ഒരു വലിയ ആധ്യാത്മിക സാഹിത്യ സാമൂഹിക മണ്ഡലത്തിലെ വലിയ പുരുഷനായി ഈ രവീന്ദ്രനാഥ ടാഗോർ ഉയരുമെന്നൊന്നും മാസ്റ്റർ മഹാശയൻ അന്ന് കണക്കിലെടുത്തിട്ടില്ല. അപ്പോൾ ഇത് എഴുതിയപ്പോൾ രവീന്ദ്രനാഥ ടാഗോറിനെ കണ്ടതും രവീന്ദ്രനാഥ ടാഗോറിനെ കൊണ്ട് പിയാനോ വായിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഈ വിവരങ്ങൾ ഇത് ഇന്ന് വായിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം രവീന്ദ്രനാഥ ടാഗോറിനെയും നമുക്കറിയാം. അപ്പോൾ ആ തരത്തിൽ കുറേ കൂടെ വാസ്തവികമായ അവസ്ഥയിൽ രവീന്ദ്രനാഥ ടാഗോറിനെ നമുക്കറിയാം. കാരണം കൂടുതൽ ചരിത്രം പഠിപ്പിക്കുന്നത് രവീന്ദ്രനാഥ ടാഗോറിനെ കുറിച്ചാണ്. അങ്ങനെയുള്ള രവീന്ദ്രനാഥ ടാഗോറിനെ കൂടെ മെൻഷൻ ചെയ്തുകൊണ്ടാണ് തൻ്റെ കൃതിയിലൂടെ അന്ന് പോയത്. അപ്പോൾ അന്ന് ഇത്തരം വ്യക്തിഗത വിവരണങ്ങൾക്കുള്ള പ്രാധാന്യം എന്താണെന്ന് മാസ്റ്റർ മഹാശയൻ എത്ര കൃത്യമായിട്ടാണ് അന്ന് മനസ്സിലാക്കിയത്. ഇന്നിപ്പോൾ വിശേഷം പറയണം. കാര്യം ഇന്നിപ്പോൾ പ്രശസ്തരായ ഒരാളെക്കുറിച്ച് എഴുതുന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. പക്ഷെ ഒരാളുടെ പ്രശസ്തി എത്ര കാലം നീണ്ടു നിൽക്കുന്നൊന്നും അന്ന് തിരിച്ചറിയുന്നില്ല. ആ തുടക്കത്തിൽ വളരെ യുവാവായ ഒരു വ്യക്തിയെക്കുറിച്ചാണ് എഴുതുന്നത്. മാത്രമല്ല ദേവേന്ദ്രനാഥ ടാഗോറിനെ പോലുള്ള രവീന്ദ്രനാഥ അച്ഛൻ അന്ന് പ്രശസ്തനാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ തരത്തിൽ ഒരു വ്യക്തിയെ കൂടെ ഇതിനകത്ത് മെൻഷൻ ചെയ്തുകൊണ്ട് ഈ ലീല എഴുതുമ്പോൾ എത്രമാത്രമാണ് ഇനി വരുന്ന തലമുറയിലേക്ക് ഈ സത്യത്തെ ബോധ്യപ്പെടുത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ വചനാമൃതം തുടർച്ചയായി ജനങ്ങളിലേക്ക് എത്തിക്കണം എന്ന് മാസ്റ്റർ മഹാശയൻ പറയുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് ഒരു കാര്യം കൂടെ ഉണ്ട്. കാര്യം ഈ വചനാമൃതം നമ്മൾ വായിക്കുന്നത് മാസ്റ്റർ മഹാശയൻ ഇത് നമ്മൾ വായിച്ചാൽ മാത്രം പോരാ, ഇത് കൂടുതൽ ആളുകളിലേക്ക് നമ്മൾ ഈ കഥ പറയണം എന്ന് മാസ്റ്റർ മഹാശയൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്ന് മാസ്റ്റർ മഹാശയൻ പറയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് തൻ്റെ 5 വോള്യങ്ങളിൽ മാസ്റ്റർ മഹാശയൻ വചനാമൃതത്തിൻ്റെ 5 വോള്യങ്ങൾ എഴുതിയപ്പോൾ ഈ 5 വോള്യത്തിൻ്റെയും തുടക്കത്തിൽ ഒരേ ശ്ലോകമാണ് എഴുതിയത്. അതാണ് നമ്മളിപ്പോൾ ചൊല്ലുന്നത്. തവ കഥാമൃതം തപ്തജീവനം കവിഭീരീഡിതം കൽമഷാപഹം ശ്രവണമംഗളം ശ്രീമദാതതം ഭൂഗൃണന്തിതേ ഭൂരിതാ ജനാഹ എന്ന ആ ഒരു ഭാഗവതത്തിൽ നിന്ന് എടുത്ത ആ വരിയെ എന്തിനാണ് ഇത് തിരഞ്ഞെടുത്തത്? ഈ തവ കഥാമൃതം തപ്തജീവനം എന്നുള്ള ആ ഭാഗം എന്തിനാണ് ഈ 5 വോള്യത്തിൻ്റെയും തുടക്കത്തിൽ, ബംഗാളിയിൽ 5 വോള്യത്തിൻ്റെയും തുടക്കത്തിൽ എന്തിനാണ് ഇത് വെച്ചത്? നമ്മുടെ ഈ മലയാളത്തിൽ പോലും ആദ്യം പബ്ലിഷ് ചെയ്തപ്പോൾ അതുണ്ടായിരുന്നു. പുതിയ പബ്ലിഷ് ചെയ്തതിലാണ് അതില്ലാതെ പോയത്. എന്തിനാണ് അത് വെച്ചത്? ഈ 5 എണ്ണത്തിൽ വെച്ച് വളരെ പർപ്പസ്ഫുള്ളി അത് വെക്കാനൊരു കാരണമുണ്ട്. ഒന്ന്, കഥാമൃതം എന്ന പേരാണ് ബംഗാളിയിൽ ഇതിന് സ്വീകരിച്ചത് ഇതിൽ നിന്നാണ്. ഇത് തവ കഥാമൃതം തത്വജീവനം എന്ന് പറയുന്ന ഈ ഭാഗവത്തിലെ ഈ ഭാഗത്തു നിന്നാണ് ഗോപീഗീത, അതിൽ നിന്നാണ് ആ ഭാഗത്തു നിന്നാണ് ആ വാക്ക് കഥാമൃതം എന്ന വാക്ക് മാസ്റ്റർ മഹാശയൻ സ്വീകരിച്ചത് ഈ ഭാഗത്തു നിന്നാണ്. ഈ ഒരു കൃതി, ഈ ഒരു ശ്ലോകത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ വാക്ക് സ്വീകരിക്കാൻ കാരണം. അപ്പോൾ ഇത് മാസ്റ്റർ മഹാശയൻ ഇത് കുറിക്കുമ്പോൾ, ഈ തവ കഥാമൃതം തപ്തജീവനം എന്നുള്ള ഭാഗം കുറിക്കുമ്പോൾ അത് ഈ വചനാമൃതം, ശ്രീരാമകൃഷ്ണ വചനാമൃതം എന്താണ്, അതിൻ്റെ ഉള്ളടക്കം, അതുകൊണ്ടുള്ള ഫലമെന്ത്, അതെന്തിനു വേണ്ടി ഇത് രചിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ പൂർണ്ണ അർത്ഥം ഈ 4 വരികളിലുണ്ട്. ഈ ശ്ലോകത്തിൻ്റെ 4 വരികളിലുണ്ട്. അതാണ് തവ കഥാമൃതം തപ്തജീവനം. തപ്തം എന്ന് പറഞ്ഞാൽ ദുരിതം എന്നുള്ള അർത്ഥത്തിൽ, ജീവനം അതായത് ഈ ദുരിത ജീവനം അനുഭവിക്കുന്നവർ, ദുരിതം അനുഭവിക്കുന്നവർ. അപ്പോൾ ഏത് തരത്തിലുള്ള ആളുകൾക്കാണ് ഇത് ഉപകാരപ്പെടുന്നത്? ദുരിതം അനുഭവിക്കുന്നവർക്ക്.
അപ്പോൾ ദുരിതം അനുഭവിക്കുന്നവർക്ക് ഒരു എങ്ങനെയാണ് ഈ ദുരിതം അനുഭവിക്കുന്നവർ ഇതെങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്, എന്തുകൊണ്ട് സ്വീകരിക്കണം എന്നുള്ളതാണ് അടുത്തത്. അപ്പോൾ ദുരിതമുണ്ട്, അതുകൊണ്ട് ഈ കഥാമൃതം എന്തുകൊണ്ട് സ്വീകരിക്കണം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് പറയുന്നത് കവികൾ, കവിഭിരീഡിതം, ഇടിതം എന്നല്ല പുകഴ്ത്തുന്നു. അപ്പോൾ കവികൾ പുകഴ്ത്തുന്ന, കവികൾ അത് മഹത്തുക്കളായ കവികൾ എന്നിവിടെ ഉദ്ദേശിക്കുന്ന മഹത്തുക്കളായവർ പുകഴ്ത്തുന്ന കവിഭിരീഡിതം കൽമഷാപഹം, അപ്പം പാപങ്ങൾ അകറ്റുന്നു. ഈ കവികൾ എന്താണ്, അല്ലെങ്കിൽ മഹത്തുക്കൾ എന്താണ് പുകഴ്ത്തുന്നത് ഇതാണ്, അതായത് പാപങ്ങളെ അകറ്റുന്നു. മറ്റൊന്നോ കേൾക്കാൻ വളരെ സുന്ദരമാണ്, ശ്രവണമംഗളമാണ്, അത് സുഖം തരുന്നു. ശ്രീമദ് ആതതം എല്ലാ കാര്യങ്ങളും വ്യാപകമായി പ്രഘോഷിക്കുന്നു. എല്ലാ നല്ല കാര്യങ്ങളും വ്യാപകമായി പ്രഘോഷിക്കുന്നത്. ഇങ്ങനെയുള്ള മഹത്തുക്കൾ വാഴ്ത്തുന്ന ഈ ഗ്രന്ഥം ഇത് ലോകമെമ്പാടും പ്രചരിപ്പിക്കണം. ഭുവി ഗൃണന്തി, ലോകമെമ്പാടും പ്രചരിപ്പിക്കണം. അങ്ങനെ പ്രചരിപ്പിക്കുന്നവരാണ് ഉപകാരികളായ ജനങ്ങൾ. ഭൂരിതാ ജനാഹ, അങ്ങനെ പ്രചരിപ്പിക്കുന്നവരാണ് ഉപകാരികളായ ജനങ്ങൾ. അതായത് ഈ നാടിന് ആവശ്യമുള്ള, അല്ലെങ്കിൽ നാടിനെ നാടിന് ഉപകാരികളായിട്ടുള്ള ജനങ്ങൾ എന്ന് പറയുന്നത് ഈ ഭഗവാന്റെ കഥ പ്രചരിപ്പിക്കുന്നവരാണ്. അതായത് ഈ സംസാര സാഗരത്തിൽപ്പെട്ട് അല്ലെങ്കിൽ ജീവിതത്തിൽപ്പെട്ട് ആ ദുരിതം അനുഭവിക്കുന്നവർക്ക് ആശ്വാസം പകരാൻ ഈ ഗ്രന്ഥം ഉപകരിക്കും എന്ന് ബോധ്യപ്പെടുത്താൻ അത് പ്രചരിപ്പിക്കുന്നവരാണ്. അങ്ങനെയുള്ള ജനങ്ങളെയാണ് ലോകമെമ്പാടും പ്രചരിപ്പിക്കുന്ന ജനങ്ങളെയാണ് വേണ്ടത്. ഇത് ശ്രീരാമകൃഷ്ണദേവൻ്റെ ഈ കൃതി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വചനാമൃതം ജനങ്ങളിലെത്തിക്കാൻ ബാധ്യസ്ഥരാണ് നമ്മൾ ഓരോരുത്തരും. അതിനു വേണ്ടിയാണ് താനിത് രചിച്ചത് എന്നാണ് മാസ്റ്റർ മഹാശയൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു 5 വോള്യത്തിൻ്റെ മുൻപിലും അതെടുത്ത് എഴുതാനുള്ള കാരണം അതാണ്. നിർഭാഗ്യവശാൽ നമുക്കത് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് ചിലപ്പം അത് പുതിയ എഡിഷൻസ് വന്നപ്പോൾ വന്ന മാറ്റമായിരിക്കാം. അപ്പോൾ ഗോപി ഗീതയിൽ നിന്നാണ് ഇത് എടുത്തിരിക്കുന്നത്. ഓരോ പ്രാവശ്യവും നമ്മളത് ചൊല്ലുന്നത് എന്തിനാണ് എന്ന് ഇത് നമ്മൾ ഓരോ തവണ ഇത് ചൊല്ലുന്നുണ്ട്. നോക്കൂ, നമ്മൾ വചനാമൃതം എടുത്ത് വായിക്കാൻ തുടങ്ങുമ്പോഴെല്ലാം ഇത് ചൊല്ലണം. അത് അതിൻ്റെ ഒരു ധർമ്മമാണ്. വചനാമൃതം വായിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഈ തവകഥാമൃതം എന്നുള്ള ആ ഭാഗം നമ്മൾ ചൊല്ലിക്കൊണ്ടാണ് ഇത് വായിക്കുന്നത്. ഇത് കേൾക്കുന്നവരുടെ ജോലി ഇത് അടുത്തയാളിന് കൈമാറുക എന്നതാണ് എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഈ 5 എണ്ണത്തിലും മാസ്റ്റർ മഹാശയൻ ഇത് തന്നെ ആവർത്തിച്ച് വെച്ചത്. ഇത് കേൾക്കുന്നവരുടെ ജോലി, ഈ കഥ ഒരിക്കൽ കേട്ടിട്ടുണ്ടെങ്കിൽ ആ കേൾക്കുന്നവരുടെ ജോലി എന്ന് പറയുന്നത് ഇത് അടുത്തയാളിന് കൈമാറിയിരിക്കണം. അല്ലാതെ അതൊരു പ്രാർത്ഥനാ ശ്ലോകമല്ല. സാധാരണ നമ്മൾ എന്തെങ്കിലും തുടങ്ങുമ്പോൾ ഒരു പ്രാർത്ഥനാ ശ്ലോകം ചൊല്ലും. ഇതൊരു പ്രാർത്ഥനാ ശ്ലോകമല്ല. തവകഥാമൃതം തപ്തജീവനം എന്നുള്ളത് ഒരു പ്രാർത്ഥനാ ശ്ലോകമല്ല, ഒരു പ്രതിജ്ഞയാണ്. ഞാൻ മനസ്സിലാക്കിയത് തീർച്ചയായിട്ടും ഞാൻ മറ്റൊരാളിലേക്ക് പകരാൻ ബാധ്യസ്ഥനാണ്, അതിന് കടപ്പെട്ടവനാണെന്ന് എന്നെ തന്നെ ബോധ്യപ്പെടുത്തുന്നതിനാണ് ഞാൻ അത് തുടക്കത്തിൽ ചൊല്ലുന്നത്. അങ്ങനെ അതിനാണ് അത് അവിടെ വെച്ചത് എന്ന് മാസ്റ്റർ മഹാശയനാണ് സൂചിപ്പിക്കുന്നത്, നമ്മളോട് പറയുന്നത്. മാത്രമല്ല, ഈശ്വര കഥയാകുന്നു അമൃതം എന്ന പ്രയോഗം മാസ്റ്റർ മഹാശയൻ വളരെ പ്രിയപ്പെട്ടതാവാനും കാരണം ഇത് ഒരിക്കൽ എന്തിനാണ് ഈ ഈശ്വര കഥയാകുന്ന അമൃതം എന്ന ഈ പ്രയോഗം, അതായത് കഥാമൃതം എന്ന പ്രയോഗം തൻ്റെ ഈ അവതാരവാണിക്ക്, വചനാമൃതത്തിൻ്റെ അല്ലെങ്കിൽ ഈശ്വരൻ്റെ കഥയ്ക്ക് ഒരു ടൈറ്റിലായിട്ട് സ്വീകരിക്കുന്നതിൻ്റെ കാരണം കൂടെ മാസ്റ്റർ മഹാശയൻ സൂചിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ പ്രിയപ്പെട്ടതാവാൻ, ഈ വാക്ക് കഥാമൃതം എന്നുള്ള വാക്ക് പ്രിയപ്പെട്ടതാവാൻ ഒരു കാരണമുണ്ട്. ഒരിക്കൽ ശ്രീരാമകൃഷ്ണദേവൻ നരേന്ദ്രനോട് ചോദിച്ചു, ഒരു കപ്പ് നിറച്ച് അമൃത്
നിനക്ക് തന്നിരിക്കുന്നുവെന്ന് വിചാരിക്കുക. നീ ഒരു ഈച്ചയാണെന്നും വിചാരിക്കുക. ഒരു കപ്പ് നിറച്ച് നിനക്ക് അമൃത് തന്നിരിക്കുന്നു. നീ ഈച്ചയാണെന്നും വിചാരിക്കുക. നീ എന്തു ചെയ്യും? അപ്പോൾ വിവേകാനന്ദ സ്വാമി പറഞ്ഞു, ഞാൻ ആ കപ്പിൻ്റെ വക്കത്തിരുന്ന് അത് കുടിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ ശ്രീരാമകൃഷ്ണദേവൻ ചോദിച്ചു, നീ എന്തുകൊണ്ട് അതിൻ്റെ നടുവിലേക്ക് ചാടുന്നില്ല എന്ന് ചോദിച്ചു. അപ്പോൾ നരേന്ദ്രൻ പറഞ്ഞു, അങ്ങനെ ചാടിയാൽ ഞാൻ മുങ്ങി മരിച്ചു പോകും, അതുകൊണ്ട് ഞാൻ ചാടില്ല. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, ഇല്ലപ്പനെ, അങ്ങനെ അല്ല. സച്ചിദാനന്ദമാകുന്ന അമൃതാണത്. അതിൽ മുങ്ങിയാൽ നീ അമരനാകും. സച്ചിദാനന്ദമാകുന്ന അമൃതാണത്. അതായത് ഭഗവാന്റെ വാണി സച്ചിദാനന്ദമാകുന്ന അമൃതാണ്. അതിൽ മുങ്ങിയാൽ നീ അമരനാകും എന്ന് പറഞ്ഞപ്പോൾ ആ വാക്ക് മാഷ്ടമഹാശയൻ അതുപോലെ എടുത്ത് ഇന്ന് ഈ സമൂഹത്തിന്, ഈ ലോകത്തിന് നൽകിയിരിക്കുകയാണ്. എന്താണ്? ഈ അമൃതാകുന്ന വചനാമൃതത്തിൽ മുങ്ങിയാൽ നമ്മൾ അമരന്മാരാകും, സംശയമില്ല. എത്ര ഭംഗിയായിട്ടാണ് ഒരു കൃതി രചിക്കാൻ അദ്ദേഹം സ്വീകരിച്ച കൗശലം, അതിനൊരു ടൈറ്റിലിടാൻ സ്വീകരിച്ച ഭാഗം. ആലോചിച്ചു, എത്ര ആലോചനയോടുകൂടിയാണ് അത് ചെയ്തത്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒരു കണക്കിന് ഈ അമൃതത്തിലേക്ക് ചാടിയിരിക്കുകയാണ്. അങ്ങനെ ചാടിയായി ഇരിക്കുന്ന നമ്മൾ അമരന്മാരായി തീരുകയാണ്. സംശയമൊന്നുമില്ല കാര്യത്തിൽ, നമ്മൾ അമരന്മാരായി തീരുകയാണ്. ആ ബോധമാണ് നമുക്കിത് വചനാമൃതം വായിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ടത്. അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം വായിക്കാം. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. നമസ്തേ സർ. നമസ്തേ. 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 അമൃതം ചോദിക്കാം. സ്ഥാപകായ